നമ്മുടെ വേറെ ഡാറ്റ് ബോർഡ്. ആക്ച്വലി ഇത് വേറെ ഡാറ്റ് ബോർഡ് അല്ല, നമ്മുടെ നേരത്തെ സെയിം ഡാറ്റ് ബോർഡ് തന്നെ. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താ, ലാർജ് ഏരിയയിൽ ഇത് ഫെയിൽ ആയിരുന്നു അല്ലേ? ഏതായിരുന്നു ലാർജ് ഏരിയ? എടുത്താൽ ഈ കാണുന്ന ഇത്രയും പോകുന്ന ഏരിയ കണ്ടോ, ഈ ഏരിയയിൽ ഇത് ഫെയിലായി. എന്താ കാരണം? കാരണം ഈ വലിയൊരു ഏരിയ വരുമ്പം ഇവിടെ മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, ഇതിൽ ഏത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എടുക്കണം നമുക്കറിയത്തില്ല. അതായത് നമ്മൾ തൊട്ട് മുമ്പേ വന്നത് ഏത് കേസ് എടുത്താൽ എന്ത് കണ്ടേ, മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ഉണ്ട്, കണ്ടില്ലേ? ഓക്കെ, മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ഉണ്ട്. ഞാൻ പറയുന്നു, ഒരിക്കലും തെറ്റിദ്ധരിക്കല്, ഈ ഷെല്ലല്ല പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഈ ഷെല്ല് ജസ്റ്റ് ആ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കാണിക്കുക. കാരണം ബേസിക്കലി നോക്ക്, ഈ ഷെല്ല് എന്താ ഇവിടെ ചെയ്യുന്നത്, ഈ ഷെല്ല് നമുക്ക് അവിടുത്തെ ബെൽ കർവിന്റെ ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഷെല്ല് ഉപയോഗിച്ചത്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ ഹൈറ്റ് ആണ്. ഓക്കെ, അല്ലാതെ ഈ ഷെല്ലാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി തെറ്റിദ്ധരിക്കില്ലേ. ഈ ഷെല്ല് അവിടുത്തെ ഹൈറ്റ് തരും. ആക്ച്വലി പ്രോബബിലിറ്റി ഡെൻസിറ്റി അവിടുത്തെ ഹൈറ്റ് ആണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഈ കാണുന്ന ഫംഗ്ഷൻ t⁻⁻r² ഒരു ഫാക്ടറാണത്. ഓക്കെ, അതെന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ എന്താണ്, ഈ ഷെല്ല് ഒരിക്കലും അല്ല പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഷെല്ല് നമുക്ക് അവിടുത്തെ ഹൈറ്റ് ആയിരുന്നു. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ബേസിക്കലി അവിടുത്തെ ഹൈറ്റാ. അപ്പൊ ഈ രണ്ട് പോയിന്റിലിടെയുള്ള പ്രശ്നം എന്തായിരുന്നു, ഒരുപാട് ഹൈറ്റ്സ് ഉണ്ട്, കണ്ടില്ല, ഒരുപാട് ഹൈറ്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് പറ്റി, അങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്പിൾ മീൻസ് ഈ ലാർജ് ഏരിയ എടുക്കാൻ പറ്റാതിരുന്നതിന്റെ കാരണം. അപ്പൊ എന്ത് ചെയ്ത്, നമുക്ക് കണ്ടേ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു. നല്ല ആക്യുറേറ്റ് ആണെന്നല്ലേ പറഞ്ഞത്. നമുക്ക് എന്താ വളരെ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യാം. കണ്ടോ, ഇത് വളരെ തിന്നാണ്. നിങ്ങൾ സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ബെയർലി കാണാൻ പോലും പറ്റുന്നില്ല. ഇതിനെ വെച്ച് നോക്കുമ്പോൾ കാണുന്നുണ്ട്, ഇത് വളരെ തിന്ന. നിങ്ങൾ സൂം ഇൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. കണ്ടോ, വളരെ തിന്നായിട്ടൊരു പാർട്ടാ. ഓക്കെ, അത് മനസ്സിലായേ? ഇനി ഈ ഒരു ഏരിയ, ഓക്കെ, ഞാൻ ഈ ഒരു ഏരിയ ഇച്ചിരി ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് പ്ലേസ് എവിടെ ഇരുന്നാലും മതി. നമ്മൾ വന്നത് ടൈനി ഏരിയ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷെല്ല് പ്ലേസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ വന്ന കേസ് പോലെയാണ്. ഷെല്ലിന് മുമ്പ് നമുക്ക് നമ്മുടെ ബെൽ കർവ് വരയ്ക്കാം. ഓക്കെ, ഇനി ഒരു ഷെല്ല് പ്ലേസ് ചെയ്യാം. ഷെല്ല് പ്ലേസ് ചെയ്ത് എക്സാക്ട് അതിന്റെ മേളില് ഇത് നോക്ക്. ഇപ്പൊ എന്താ സംഭവിച്ചേ, ഇവിടെ ഒറ്റ ഷെല്ലല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളു, മൾട്ടിപ്പിൾ ഷെൽസ് ഒന്നും ഇല്ലല്ലോ. ആൻഡ് ഈ ഷെല്ലിന് എന്താ പറ്റിയേ, ഒറ്റ ഹൈറ്റ് അല്ല ഉള്ളു, കാണാൻ പറ്റുന്നില്ല. കണ്ടോ നോക്ക്, ഈ ഷെല്ലിന് ഒറ്റ ഹൈറ്റ് അല്ല ഉള്ളു. അതായത് ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്താൽ, ഓക്കെ, ഈ വട്ടത്തിൽ കാണുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഏരിയ കൺസിഡർ ചെയ്തെടുത്താൽ, ഓക്കെ, അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി കണ്ട് ഈ കാണുന്ന ഒറ്റ വാല്യൂ ഉള്ളു. ഇപ്പൊ എന്ത് പറ്റി, മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ഇല്ല. മനസ്സിലായി, ഒറ്റ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടേ, ഒറ്റ ഏരിയ നമുക്ക് കിട്ടി. കണ്ടോ, ഏരിയ എന്താ, ഈ കാണുന്ന റിങ്ങിന്റെ ഏരിയ. മനസ്സിലായ? ആൻഡ് ഈ പറയുന്ന ഷെല്ലാരാ, കണ്ട, അതായത് ബേസിക്കലി പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഒറ്റ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉള്ളു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒറ്റ പ്രോബബിലിറ്റി ഡെൻസിറ്റിയും കിട്ടി, ഒറ്റ ഏരിയയും കിട്ടി. സോ ഇപ്പൊ എന്ത് പറ്റി, നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായ? അതായത് പ്രോബബിലിറ്റി ആക്യുറേറ്റ് ആയിട്ട്, മറ്റേടത്ത് എന്താ സംഭവിച്ചത്, പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഏരിയ ഉണ്ട്, നമ്മുടെ ചോദിച്ച പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇല്ല, മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ അതിന്റെ ആവറേജ് എടുത്താൽ പ്രോബബിലിറ്റി തെറ്റും. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് എടുത്താൽ വർക്ക് ചെയ്യും. കാരണം എന്താ, ഇവിടുത്തെ ഏരിയയും നമുക്കറിയാം ഫിക്സ്ഡ് ആണ്, അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഹൈറ്റും എന്തോ നമുക്കറിയാം. സോ അവർ ആക്യുറേറ്റ് ആയിരിക്കും. മനസ്സിലായോ? ആവറേജ് ഒന്നും എടുക്കാൻ പോണ്ട. ഇതാണ് ആ കാര്യം. മനസ്സിലായോ? അതായത് ഈ ഒരു, ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇത്രയും വിഡ്ത്ത്, ഓക്കെ, ഇനി ഇതിലും താഴെ കുറയ്ക്കാം. എനിക്ക് വിഡ്ത്ത് ഇനിയും കുറയ്ക്കാം. അതെനിക്ക് ഈ വിഷ്വലിന്റെ ഒരു ലിമിറ്റേഷൻ കാരണം ഞാൻ കുറയ്ക്കാത്ത. എനിക്ക് വേണമെങ്കിൽ ഇതിനും താഴെ ഇനിയും കുറയ്ക്കാം. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, ഈ ഒരു കേസിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഏരിയ കുറഞ്ഞപ്പം അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒന്നേ കിട്ടും. അപ്പൊ എന്താ പറ്റും, ഒരു ഏരിയ ഉണ്ട്, അപ്പം അവിടുത്തെ പ്രോബബിലിറ്റി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഇതാണ് ഒരു ഹൈ ലെവൽ നോളജ്. മനസ്സിലായേ? ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അതാണ് ഇതിന്റെ ഒരു മാജിക്. ഞാൻ ഇത് രണ്ട് ഹൈഡ് ചെയ്ത്, നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണ്ട, ഇവിടെ വളരെ ചെറിയൊരു തിക്നെസ്സേ ഉള്ളു, പക്ഷെ ഒരു തിക്നെസ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വളരെ ചെറുതാ. പക്ഷെ നമ്മൾ സൂം ഇൻ ചെയ്ത് വന്നാൽ എന്ത് പറ്റും, നമുക്കത് കാണാൻ പറ്റും. വേണ്ട, ഇത്രയും തിക്നെസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഇതില് നമ്മളിപ്പോ ഈ കണ്ടതിന്റെ കൂട്ട് ഒറ്റ ഷെല്ല് മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഷെല്ലിന് ഒരു തിക്നെസ്സും ഉണ്ട്. ഓക്കെ, ഈ താഴത്തെ അതേ തിക്നെസ് തന്നെ ഈ ഷെല്ലിന്റെ തിക്നെസ്.
നമുക്ക് ഇവിടെ ഒറ്റ ഷെല്ലേ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന്റെ അകത്ത്. അല്ലല്ലോ, കാരണം ഞാൻ ഇപ്പൊ കൺസിഡർ ചെയ്ത ഷെല്ല് കണ്ടോ, ഈ ഷെല്ലിന് കണ്ട ഇത്രയും തിക്നെസ് ഉണ്ട്. എനിക്ക് ഇതിന്റെ ഹാഫ് തിക്നെസ് ഉള്ള 2 ഷെല്ലി ഇവിടെ പ്ലേസ് ചെയ്തൂടെ? അല്ലേ ഈ ഷെല്ലിന്റെ തന്നെ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് 3 ഷെല്ലിന്റെ അകത്ത് വെച്ചൂടെ? അതായത് ഷെല്ലിന്റെ തിക്നെസ് കുറച്ച് എനിക്ക് ഇതിന്റെ അകത്ത് മൾട്ടിപ്പിൾ ഷെൽസ് പറക്കി വെച്ചൂടെ? എന്ത്, ഈ കാണുന്ന സെയിം ടൈനി ഏരിയക്കകത്ത് തന്നെ എനിക്ക് ഈ കാണുന്ന സെയിം ടൈനി ഏരിയക്കകത്ത് തന്നെ എനിക്ക് മൾട്ടിപ്പിൾ ഷെൽസ് പറക്കി വെച്ചൂടെ? അപ്പൊ എനിക്ക് വീണ്ടും മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയില്ലേ? അപ്പൊ അത് പൊളിയത്തില്ലേ വീണ്ടും? അതായത് മനസ്സിലായില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അത് മാത്സിന്റെ ഒരു ബ്യൂട്ടി. അതായത് മാത്സിന് 2 പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ, ആ പോയിന്റ് ഇടയിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും? സപ്പോസ് ഞാൻ 0യും 1ഉം എടുത്ത്, 0യുടെയും 1ന്റെ ഇടയ്ക്ക് എത്ര പോയിന്റ് ഉണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരു പോയിന്റേ ഉള്ളോ 0.5 എന്ന് പറഞ്ഞ്? അതോ 9 പോയിന്റ് ഉണ്ടോ? 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8, 0.9 അങ്ങനെ 9 പോയിന്റ്സ് ഉണ്ടോ? അതോ 100 പോയിന്റ്സ് ഉണ്ടോ? 0.001, 0.002, 0.003 അങ്ങനെ പോയി എല്ലാത്തിന്റെ ഇടയ്ക്കുള്ള. അതോ 1000 പോയിന്റ് ഉണ്ടോ? 0.0001, 0.0002 അങ്ങനെ. അത് ഇൻഫിനിറ്റ് പോയിന്റ്സ് ആണോ? അതാണ് മാത്സിന്റെ ബ്യൂട്ടി. അതായത് 2 പോയിന്റ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് പോയിന്റ് പറക്കി വെക്കാം. ഓക്കെ, അതുപോലാണ് ഈ കാണുന്ന 2 പോയിന്റ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ഷെൽസ് പറക്കി വെക്കാം. ഫിസിക്കലി ഇറ്റ്സ് ചാലഞ്ചിങ്, പക്ഷെ മാത്തമാറ്റിക്കലി ഇറ്റ്സ് ആക്യുറേറ്റ്. മനസ്സിലായോ? ഈ 2 പോയിന്റ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ഷെല്ല് പറക്കി വെക്കാം. നമ്മൾ ഓൾറെഡി വന്ന് ഷെല്ല് എന്താ ബേസിക്കലി തരുന്നത്? ആ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ നിങ്ങൾക്ക് അതായത് എങ്ങനെ ഷെല്ലിന്റെ ഹൈറ്റ് നോക്കിയാൽ മതി. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു, ഷെല്ല് എന്ന് പറയുന്ന അല്ല പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഷെല്ല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിഷ്വലി കാണാൻ വേണ്ടി വട്ടത്തിൽ സിമെട്രിക്കലായിട്ട് അതിന്റെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു സാധനം മാത്രമാണ്. ഷെല്ല് ഇല്ലേലും അവിടുത്തെ ഹൈറ്റ് ആണ് അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ഷെൽസ് പറക്കി വെച്ചെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ 2 പോയിന്റ്സിന്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ് ഷെൽസ് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വീണ്ടും ഇൻഫിനിറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയില്ലേ? അപ്പൊ വീണ്ടും പൊളിയത്തില്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞതും തെറ്റായില്ലേ? എന്നാ അവിടാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് പറഞ്ഞത് സത്യം തന്നെ. അതായത് ഇൻഫിനിറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് എനിക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേങ്കില് അവളുടെ ഹൈറ്റിന്റെ ഡിഫറൻസ് ആണ് നിങ്ങൾ അറിയേണ്ടത്. അതാ അതിന്റെ കീ പോയിന്റ്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നമ്മൾ തൊട്ട് മുമ്പ് എടുത്ത ഈ കേസ് കണ്ടോ, ഇവിടെ മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ കുറെ ഷെൽസ് കൺസ്ട്രക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഷെല്ലിന്റെ ഹൈറ്റ് ഡിഫറൻസ് ആ. ഈ കാണുന്ന ഷെല്ലിന്റെ ഹൈറ്റ് അല്ല ഈ കാണുന്ന ഷെല്ലിന്, ഇതിന്റെ ഹൈറ്റ് അല്ല ഈ കാണുന്ന. അതായത് ഹൈറ്റ് ഇങ്ങനെ കൂടി വന്നോണ്ടിരിക്കാണ്ട് അറ്റ് ലാസ്റ്റ് ഏറ്റവും അറ്റത്ത് കാണണ്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി ഈ ഷെല്ലിന്റെ ഹൈറ്റ് അല്ല ഈ ഷെല്ലിന്, അതിന്റെ ഹൈറ്റ് അല്ല ഈ ഷെല്ലിന്, അതിന്റെ ഹൈറ്റ് അല്ല ഈ ഷെല്ലിന്. അതായത് ഹൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക. മനസ്സിലായില്ല? ഹൈറ്റുകൾ തമ്മിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ട്. അതായത് ഈ കാണുന്ന ഏറ്റവും ലെഫ്റ്റിൽ സി ഷെല്ല് തൊട്ട് ഈ കാണുന്ന ഏറ്റവും റൈറ്റിൽ സി ഷെല്ല് വരാണ്ട് ഹൈറ്റിന് എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നോക്ക്. കണ്ടോ? ഹൈറ്റിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? പ്രോബബിലിറ്റി ഡെൻസിറ്റിക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ കുറഞ്ഞ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇപ്പൊ ഭയങ്കര കൂടിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതായത് എക്സ്പോണൻഷ്യലി എന്നല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ലപോലെ ഹൈറ്റ് കുറഞ്ഞ പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഇവിടെ നല്ലപോലെ ഹൈറ്റ് കൂടിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ എന്താ? ഹൈറ്റ് ഡിഫറൻസ് അത്രത്തോളം ഉണ്ട്. മനസ്സിലായി? അത്ര ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. പക്ഷെ ഈ കേസിൽ വന്ന് ഞാൻ ഈ കാണുന്ന പോയിന്റ്സിന്റെ ഇടയ്ക്ക് എത്ര പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് പറക്കി വെച്ചാലും അവളുടെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. മനസ്സിലായി? ഞാൻ ഇപ്പൊ അതായത് ഷെല്ല് പറക്കി വെച്ചാൽ, ഓക്കെ, ഷെല്ല് എടുത്ത് വെച്ചിട്ട് ഞാൻ ദൂരം നോക്കിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒറ്റ ഷെല്ലിന് പകരം ഇവിടെ ഒരു ഇൻഫിനിറ്റ് ഷെല്ല് പറക്കി വെച്ചെന്ന് വെച്ചാൽ ആ ഷെല്ലിന്റെ എല്ലാം ഹൈറ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. മനസ്സിലായി? അതായത് ഒരു ഷെല്ലിന്റെ ഹൈറ്റ് സപ്പോസ് 5 ആണെങ്കിൽ അടുത്ത ഷെല്ലിന്റെ ഹൈറ്റ് 5.0000001 ആയിരിക്കും. അടുത്തതിന്റെ ഹൈറ്റ് 5.0000002 ആയിരിക്കും. അടുത്തതിന്റെ ഹൈറ്റ് 5.0000003 ആയിരിക്കും. മനസ്സിലായി? അതായത് നിങ്ങൾക്ക് അല്ലെ കണ്ണ് തോന്നി നിങ്ങൾ നോക്കാണ്ട് ഞാൻ ബെൽക്കർവ് കാണിച്ചു. ഓക്കെ, ഈ കാണുന്ന വളരെ ചെറിയൊരു തിക്നെസ്സിൽ, ഓക്കെ, ഈ കാണുന്ന വളരെ ചെറിയ തിക്നെസ്സിൽ നിങ്ങൾ ഇൻഫിനിറ്റ് ഷെല്ല് പറക്കി വെച്ചാലും ആ ഹൈറ്റിന് ഡിഫറൻസ് ഉണ്ടോ? കണ്ടേ? ഇതല്ലേ ആ ഹൈറ്റ് വാല്യൂ? കണ്ടേ? ഓക്കെ, ഇവിടെ ആണ് ഇത് വന്ന് മീറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇവിടം വരെയാണ് ആ ഹൈറ്റ്. നിങ്ങൾ ഇവിടെ ഇൻഫിനിറ്റ് ഷെല്ല് പറക്കി വെച്ചെന്ന് വെച്ചാൽ കൂടിപ്പോ എന്ത് പറ്റും? ഇതാ ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ ഒന്ന് മാറും. ഓക്കെ, അതായത് ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് മാറും. മനസ്സിലായോ? ഇപ്പൊ താണ്ട ഇപ്പൊ ഹൈറ്റ് ഇവിടുന്ന് ഇവിടം വരെയാണെങ്കിൽ ഞാൻ ഇൻഫിനിറ്റ് ഷെല്ല് പറക്കി വെച്ചാൽ എന്ത് പറ്റും? ഹൈറ്റ് ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് മാറും. ഓക്കെ, ഇത് ഹൈറ്റ് ഡിഫറൻസ് അത്രത്തോളം ചെറുതായിരിക്കും ഞാൻ ഇതിന്റെ അകത്ത് ഇൻഫിനിറ്റ് ഷെൽസിനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചാൽ. മനസ്സിലായ?
അതാണ് കീ ഡിഫറൻസ്. ഇപ്പൊ നോക്ക്, പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ചെറുതാ. ഇപ്പൊ ഇനി ഇവിടെ ഒരു ആവറേജ് എടുത്താലും മേ ബി വർക്ക് ചെയ്യും, അല്ലേ? കാരണം എന്താ, ഇപ്പൊ ഒരാളുടെ ഹൈറ്റ് 5 ആണ്, അടുത്ത ആളുടെ ഹൈറ്റ് 5.0000001, അടുത്ത ആളുടെ ഹൈറ്റ് 5.00002 ആണ്. നമുക്ക് വേണേ എന്ത് ചെയ്യാം, 5.00001 എടുക്കാം. അതിന്റെ അർത്ഥം എന്ത്, 5.00001 എന്ന് പറഞ്ഞത് 5നും തൊട്ടപ്പുറത്ത് കിടക്കുന്ന 5.00002 വളരെ അടുത്ത് കിടക്കുന്ന നമ്പേഴ്സാ. മനസ്സിലായി? അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാ. സോ അവര് തരുന്ന ഔട്ട്പുട്ടിന്റെ ഡിഫറൻസും അത്രത്തോളം ചെറുതായിരിക്കും. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇത്രയും തിക്നെസ് ഉണ്ട്. ഓക്കെ, എനിക്ക് വേണം ഇനിയും താഴെപ്പാ. മനസ്സിലായി? ഇനിയും താഴെപ്പാ. ഈ ഏരിയ ഇനിയും കുറയ്ക്കാം, ഇനിയും കുറയ്ക്കാം, ഇനിയും കുറയ്ക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണേൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ കുറച്ചെന്ന് വെച്ചാൽ അപ്പൊ എന്ത് പറ്റും, ഹൈറ്റ് ഡിഫറൻസ് പിന്നെയും കുറയും. മനസ്സിലായി? ഇപ്പതാ നിങ്ങൾ നോക്ക്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കണ്ടേ, ഇവിടെ ചെറിയൊരു അത്യാവശ്യം നല്ലൊരു വിഡ്ത്ത് ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു വിഡ്ത്ത് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇൻഫിനിറ്റ് ഷെല്ല് പറക്കി വെച്ചാൽ കൂടിപ്പോയി ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഇവിടെ വരെ ഡിഫറൻസ് വരും. പക്ഷേ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതിലും കുറവാന്നല്ലോ, അത്രയും കുറവാന്നേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫിനിറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് അതിന്റെ ഇടയ്ക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ ഇടയിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അത്രത്തോളം ചെറുതായിരിക്കും. അതായത് ഇവിടെ ഇപ്പൊ ഏതാണ്ട് കണ്ടോ, ഇവിടെ ഇത്ര തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതിന്റെ നേരെ പോയിന്റ് ചെയ്താണ്ട് കൂടിപ്പോയി ഇവിടം വരെ. ഓക്കെ, അപ്പൊ എന്താ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഹൈറ്റ് ഡിഫറൻസ് ഇവിടുന്ന് ഇവിടം വരെ ആയിരിക്കും. എനിക്ക് ഒരുപാട് സൂം ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റാത്തത്. ഓക്കെ, ഞാൻ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആണ്ടേ, ഇപ്പൊ ഇതാ ഹൈറ്റ് എങ്കിൽ ഇവിടുന്ന് ഒരു ഇത്രയും ഡിഫറൻസ് കാണും. ഓക്കെ, ഈ ഒരു ചെറിയ തിക്നെസ്സിന്. പക്ഷെ ഞാൻ ഇതിന്റെ ഏരിയ ഇനിയും കുറച്ച ആ പ്രോബബിലിറ്റി ഡെൻസിറ്റീസിന്റെ ഹൈറ്റ് വീണ്ടും കുറയും, അല്ലെ ഹൈറ്റ് ഡിഫറൻസ് വീണ്ടും കുറയും. അപ്പൊ എന്ത് പറ്റും, നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് ആവറേജ് ഔട്ട് ചെയ്ത് ഒരു ഹൈറ്റ് എടുക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, ഞാൻ എത്രത്തോളം എന്റെ ഏരിയ കുറയ്ക്കുന്നോ എനിക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റീസിന്റെ എണ്ണം ഇൻഫിനിറ്റ് തന്നെ ആയിരിക്കും. കാരണം 2 പോയിന്റ്സിന്റെ ഇൻഫിനിറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് കുറയ്ക്കാം. പക്ഷേ അവരുടെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. 10⁻⁻20 വരെയൊക്കെ ഡിഫറൻസ്, അല്ലെ 10⁻⁻50, അല്ലെ 10⁻⁻100 അത്രയൊക്കെ ഡിഫറൻസ് മാത്രമുള്ള ഹൈറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സെയിം. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, 5ഉം 5.00000000000000000000001 തമ്മിൽ എന്തുണ്ട് ഡിഫറൻസ്? അവിടെ വളരെ ചെറിയ ഡിഫറൻസ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് 5നെയോ 5.00000 പറഞ്ഞ വാല്യൂനെ കൺസിഡർ ചെയ്യാം. ഹൈറ്റ് ഡിഫറൻസ് വളരെ കുറവ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്കലി ഒറ്റ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതാണ് ആ പ്രത്യേകത. ഓക്കെ, അതുകൊണ്ടാണ് ടൈനി ഏരിയയിൽ വർക്ക് ചെയ്തെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് കീ കോൺസെപ്റ്റ്. ഞാൻ ഇവിടെ ഏരിയ എന്ന് ഉദ്ദേശിച്ചത് മാറിപ്പോയില്ലേ. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് ഏത്, വളരെ ചെറിയ തിക്നെസ് ആണ്. മനസ്സിലായല്ലോ? ഈ കാണുന്ന റിങ്ങിന്റെ ഏരിയ ആണ്. അതുപോലെ ഒരിക്കലും മാറിപ്പോലാത്ത വേറൊരു കാര്യമുണ്ട്, ഷെല്ല് നമുക്ക് ഒരിക്കലും ഹൈറ്റ്, ഷെല്ലല്ല പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഷെല്ല് ഇവിടെ വിഷ്വലി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഷെല്ലിന്റെ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഹൈറ്റ് കാണാൻ പറ്റും, വിഷ്വലി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കത് പിന്നെ വോളിയം കണ്ടുപിടിക്കാണ്ട് ഷെൽ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഷെൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അല്ലാതെ ഇപ്പൊ ഇവിടെ ഷെല്ലിന് റെലവൻസ് ഒന്നുമില്ല. ഷെല്ല് ജസ്റ്റ് ഹൈറ്റ് കാണിക്കാൻ വേണ്ടി മാത്രം തരുന്നേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നും, ഇപ്പം ഈ കാണുന്ന ഏരിയ സ്ട്രിപ്പിനെക്കാട്ടിലും വലുതല്ലേ ഞാനങ്ങ് ദൂരെ പോയ ഈ കാണുന്ന ഏരിയ സ്ട്രിപ്പ് എന്ന്. ഓക്കെ, ഓഫ് കോഴ്സ് സത്യമാണ്. കാരണം ഈ ഇത്രയും വലിയ റിങ്ങിന്റെ ഏരിയയെക്കാട്ടിലും ചെറുതാണ് എന്ത്, ഈ പോകുന്ന ഇത്രയും കണ്ട് ഏരിയയുടെ റിങ്ങിന്റെ ഏരിയ.